പുതിയൊരു ട്രെൻഡാണ് സിനിമ പരാജയപ്പെട്ടാൽ സിനിമയെപ്പറ്റി നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവർക്കെതിരെ കേസ് കൊടുക്കുക. അതെ, ഇപ്പോഴിതാ കഴിഞ്ഞയാഴ്ച ഇറങ്ങിയ ബാന്ദ്ര എന്ന ദിലീപ് ചിത്രത്തിന്റെ പരാജയ കാരണം സിനിമയെപ്പറ്റി നെഗറ്റീവ് അവലോകനം നടത്തിയവർ ആണെന്നും നെഗറ്റീവ് റിവ്യൂകൾ നടത്തി ചിത്രത്തിന് സാമ്പത്തിക നഷ്ടം വരുത്താൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞാണ് സിനിമ റിവ്യൂവർമാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവ്. അതായത് ഇവർക്കൊന്നും ഒരു നല്ല സിനിമ എടുക്കാൻ താല്പര്യമില്ല, എന്തേലും ചവറ് സിനിമയെന്നും പറഞ്ഞ് തിയേറ്ററിൽ ഇറക്കി അത് ജനങ്ങൾ കാശു മുടക്കി വായും പൊത്തിയിരുന്ന് കണ്ടേച്ചു പൊക്കോണം. സിനിമ മോശമായാൽ അത് പറയാൻ പാടില്ല, അതാണ് ഇവരുടെ നിലപാട്. അതെന്താണ്, പ്രേക്ഷകർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? 150-200 രൂപ കൊടുത്ത് കണ്ട സിനിമ മോശമാണെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും ഉണ്ടാകുമല്ലോ. ഇനി അങ്ങനെയില്ലെങ്കിൽ വലിയ പ്രമോഷനും ഹൈപ്പും എല്ലാം കൊടുത്ത് ജനങ്ങളെ പറ്റിച്ച് തിയേറ്ററിൽ എത്തിച്ച് കാശടിച്ചെടുക്കുന്ന ഇതുപോലെയുള്ള സിനിമാക്കാർക്കെതിരെയും കേസ് കൊടുക്കണ്ടേ? ശരിക്കും അവര് ജനങ്ങളെ പറ്റിക്കുകയല്ലേ? ഏറ്റവും കുറഞ്ഞത് 150 രൂപ മുടക്കി തിയേറ്ററിലെത്തി ഓരോ പ്രേക്ഷകനും സിനിമ കാണുമ്പോൾ ആ സിനിമ മോശമാണെങ്കിൽ കൊടുത്ത കാശ് തിരിച്ചൊന്നും കൊടുക്കുന്നില്ലല്ലോ. സിനിമ കണ്ടവന് മാത്രം നഷ്ടം. സിനിമ ഇറക്കിയവന്റെ പോക്കറ്റിൽ ഈ പണം വന്നു ചേരും. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി സിനിമയാണെന്നും പറഞ്ഞിറക്കി ജനങ്ങളെ പറ്റിച്ച് കാശ് തട്ടുന്ന സിനിമാക്കാർക്കെതിരെയും കേസ് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇനി ബാന്ദ്ര എന്ന ചിത്രം സിനിമ കണ്ട നല്ലൊരു ശതമാനം പ്രേക്ഷകരും മോശം അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഇതിൽ അഭിനയിച്ചവരുടെ മോശം പ്രകടനമോ ഒന്നുമല്ല ആരും പറയുന്നത്. സിനിമയുടെ തിരക്കഥയിൽ ഉണ്ടായ പാളിച്ചകളാണ് പ്രേക്ഷകരും അതുപോലെ റിവ്യൂ ആയി പറയുന്നവരും എടുത്തു പറയുന്നത്. നല്ലൊരു സിനിമയെ ആരും ഇവിടെ മോശമായി ചിത്രീകരിച്ച് റിവ്യൂ നടത്തിയതായി അറിവില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെ നല്ലൊരു ചിത്രത്തെ തകർക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. പ്രേക്ഷകർ അങ്ങനെ ഒരു സിനിമയെ 2 കൈ നീട്ടി സ്വീകരിക്കും, നെഗറ്റീവ് പറയുന്നവരെ ഏറിലാക്കുകയും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ ഈ സിനിമ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് മനസ്സിലാക്കിക്കൂടെ, അതെ തന്റെ സിനിമയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അതാണ് തങ്ങളുടെ സിനിമയുടെ പരാജയ കാരണമെന്ന് അത് മനസ്സിലാക്കി നല്ലൊരു സിനിമ എടുക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്. അതിനു പകരം ഇവർ ചെയ്യുന്നതോ കരഞ്ഞു നിലവിളിച്ചു വന്ന് പറയും ഒരു സിനിമ എന്നത് എത്ര പേരുടെ കഷ്ടപ്പാടാണെന്നറിയുമോ, എത്ര രൂപ മുടക്കിയെടുത്ത ചിത്രമാണെന്നറിയുമോ, അതൊക്കെയാണ് നിങ്ങൾ ഒറ്റ നെഗറ്റീവ് റിവ്യൂവിലൂടെ നഷ്ടമാക്കുന്നത് എന്നൊക്കെ. ഇങ്ങനെയുള്ള സിനിമ നിർമ്മിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്ത് ചവറും സിനിമയാണെന്നും പറഞ്ഞിറക്കിയാൽ മിണ്ടാതെ കാശു മുടക്കിയിരുന്ന് കാണുന്നവർ അല്ല പ്രേക്ഷകർ. നിങ്ങൾക്കൊരു നല്ല സിനിമ എടുക്കാൻ സാധിക്കില്ല എങ്കിൽ സിനിമ എടുക്കാതെ ഇരുന്നു കൂടെ? അപ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടതില്ല, പണം മുടക്കേണ്ട, അങ്ങനെ നഷ്ടം വരില്ല, ലാഭങ്ങൾ മാത്രം. അതിനു പകരം നിങ്ങൾ ഓരോന്ന് തട്ടിക്കൂട്ടി സിനിമയാണെന്നും പറഞ്ഞിറക്കി പ്രേക്ഷകരെയും പറ്റിച്ച് കാശ് തട്ടി സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയോ? നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകനും കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന പണമാണ് എണ്ണിത്തന്ന് സിനിമ കാണാനായി എത്തുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ കഷ്ടപ്പാടിനും അവർ മുടക്കുന്ന പണത്തിനും ഒരു വിലയുമില്ലേ? പ്രേക്ഷകന്റെ പണം മാത്രം മതിയോ? പ്രേക്ഷകന് നല്ലൊരു സിനിമ നൽകണമെന്ന ബോധം നിങ്ങൾക്കില്ലേ? ഇനിയുള്ള കാലത്ത് പ്രേക്ഷകരും ഇതുപോലെയുള്ള സിനിമാക്കാർക്കെതിരെയും കേസ് കൊടുക്കണം. അതല്ലെങ്കിൽ സിനിമ ഇറക്കുന്നവർ വിജയമായാലും തോൽവിയാണെങ്കിലും അത് മനസ്സിലാക്കാൻ തയ്യാറായിരിക്കണം. പരാജയപ്പെട്ട സിനിമയുടെ കുറവ് അടുത്ത പടത്തിൽ നികത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകണം. അതല്ലാതെ എന്ത് ചവറും സിനിമയായി ഇറക്കി മുടക്കുമുതലും ലാഭവും ജനങ്ങളെ പറ്റിച്ച് ഉണ്ടാക്കാമെന്ന് കരുതി സിനിമാ രംഗത്തേക്ക് വരരുത്. അതുപോലെ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സിനിമാ വിശകലനം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ നടപടിയെടുക്കാം. അങ്ങനെ ആരെങ്കിലും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാലും ഒരു നല്ല സിനിമയും തകരില്ല, അതും ഓർമ്മ വേണം. അല്ലാതെ സിനിമ തകർന്നതിന് റിവ്യൂ പറയുന്നവരെ പഴിച്ചിട്ട് കാര്യമില്ല. കഷ്ടപ്പെട്ട് കഥയുണ്ടാക്കി അതിനെ നല്ലൊരു സിനിമയാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. പ്രേക്ഷകരെന്നും നല്ല സിനിമയെ സ്വീകരിക്കുക തന്നെ ചെയ്യും.